കാരണം ഓരോ ഭാഗം ഞാൻ 10 പ്രാവശ്യം വെച്ചൊന്നുമല്ല ചെയ്തത്. അതുകൊണ്ട് സുഖിച്ചു പറ്റത്തില്ല. കുളിയും കൂടെ കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പറ്റൂ. ഇതിങ്ങനെ ആക്കുന്ന എന്തിനാണോ? വെള്ളം വല്ലതും കയറി ഇരിപ്പുണ്ടെങ്കിൽ ക്ലിക്കിലാകുന്ന ശബ്ദം കേൾക്കാം. ഈ 2 ഫിംഗേഴ്സ് ആണ് കൂടുതൽ എല്ലാത്തിനും പ്രസ് ചെയ്യേണ്ടത്. കുഞ്ഞിന് ഹായ്, നീ ഇങ്ങോട്ട് നോക്കണ്ട, നീ ക്യാമറ പോസ് ചെയ്യണ്ട, അങ്ങോട്ട് നോക്കില്ലേ. ഇത് നമ്മള് എന്നെ പറ്റും താഴോട്ട് ചെയ്യാൻ പാടില്ല. പൊന്നുപോലെ ചിരിക്കുന്നുണ്ടാ? അവൾ എൻജോയ് ചെയ്യുക. അവർക്ക് ഇഷ്ടമാണ്. ഈ മസാജിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് നമ്മള് ബേബിയുടെ ഓയിൽ മസാജാണ് കാണാൻ പോകുന്നത്. കുളിക്കാനൊക്കെ റെഡിയായി കിടക്കുകയാണ്. പക്ഷെ കുളിക്കുന്നതിന് മുമ്പ് ഒരു പരിപാടിയാണ് ഈ ഓയിൽ മസാജ്. കുറച്ച് എണ്ണ എടുത്ത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മള് പറ്റുന്നത് ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചിരിക്കുന്നു, അവർക്ക് ഇഷ്ടം അതൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരിയും പേര് വന്ന് ചോദിച്ചു ഓയിലിന്റെ പേര് പറയാമോ. പിന്നെ കോട്ടയ്ക്കലായ ആര്യവൈദ്യശാലയിലൊക്കെ ചെന്നാൽ ഇതിന്റെ ഓയില് കിട്ടും. ദാക്ഷായണിയോ അങ്ങനെയൊക്കെയുള്ള ഓയില് കിട്ടും. പക്ഷെ നമ്മള് യൂസ് ചെയ്യുന്നത് ശുദ്ധമായ കോക്കനട്ട് ഓയിൽ തന്നെ, ചക്കലാട്ടിയത്. അതാണ് എത്ര വളർന്നാലും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന് ഇങ്ങനെ എണ്ണ മാറ്റം ചെയ്യണ്ടല്ലോ. നമ്മള് ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഇങ്ങനെ തലയുടെ ബാക്ക് ഒന്ന് പൊക്കി പിടിക്കണം. പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ടില് കേട്ടോ, ഇങ്ങനെ റൗണ്ടില് വേണം എണ്ണ പുരട്ടാൻ, മസാജ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ മുകളിൽ 2 വിരല് കണ്ടോ, ഈ 2 തള്ളവിരല് അതിൻ്റെതായ ലെവലിൽ അങ്ങ് പോയാൽ കുഞ്ഞിന് അതാണ് ഏറ്റവും നല്ല ബാലൻസ് കുഞ്ഞിന് ചെയ്യാൻ. കണ്ണിന് ഇങ്ങനെ കണ്ടോ, പിരിയം തലേന്നത്തെ കൺമഷിയൊക്കെ ഇങ്ങനെ പോയി കിട്ടും. നെറ്റി തള്ളവിരല് മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കണ്ടോ. പിന്നെ മൂക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിങ്ങനെ 1 2 3 എണ്ണി തന്നെ വേണമെങ്കിൽ ഒരു 10 പ്രാവശ്യം വെച്ച് ഓരോ ഭാഗം എടുക്കാം. കണ്ണ്, ഓക്കെ, കവിള് ഇങ്ങനെ മുകളിലോട്ടെ, ഒരിക്കലും താഴോട്ട് മസാജ് ചെയ്യരുത്. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും മസാജ് താഴോട്ട് ചെയ്യാൻ പാടില്ല. മവച്ചിട്ട് പൊന്നുപോലെ ചിരിക്കുന്നുണ്ടാ. അവൾ എൻജോയ് ചെയ്യുക. അവൾക്ക് ഇഷ്ടമാണ് ഈ മസാജിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴേ അവള് നിന്ന് തരുവാ. നമുക്ക് എത്ര ഇപ്പൊ വലിയവർക്കാണെങ്കിൽ പോലും 10 പ്രാവശ്യം വെച്ച് ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ചെയ്താൽ നല്ല ഒരു ഇതായിരിക്കും. ഈ സ്മൈൽ ഭാഗം, ഈ മോണ ഉണ്ടല്ലോ, അതിങ്ങനെ വലുതായിട്ട് ഉന്തി വരാതിരിക്കാനാണ് ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഭാഗം ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഒരു എക്സ്പീരിയൻസ് അങ്ങ് ആയിക്കോളും. 1-2 വട്ടം കുളിക്കുമ്പോ ഈ തള്ളവറിൽ തന്നെ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്രയും ഭാഗമാണേ. തലയും ഫേസും എല്ലാം കഴിഞ്ഞു ആദ്യം തന്നെ. അതെ, ചെവി ഇതിനോടൊപ്പം തന്നെ ചെവിയും നമ്മുടെ തള്ളവറിൽ വെച്ച് ഇങ്ങനെയൊക്കെ ബാക്ക് ഭാഗം ഒക്കെ ചെയ്യാം. ഇനി താടിയുണ്ട്, താടി കളയാൻ പാടില്ല. താടി ഹായ് താടിയുടെ ഇവിടുന്ന് പോർഷൻസ് ഇങ്ങനെ പോകാം. ഓക്കെ, ഇനി നമ്മൾ ഇച്ചിരി എണ്ണ എടുത്തിട്ട് എണ്ണ നമുക്ക് പിടിപ്പിക്കണ്ടേ. എന്നിട്ട് നമ്മൾ കഴുത്ത് നെക്ക് ഭാഗം ഉണ്ടല്ലോ, നെക്ക് കുഞ്ഞിന് ശ്വാസം മുട്ടാത്ത രീതിയില് നെക്കിന്റെ ഭാഗം നമ്മളിങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴുത്തൊന്ന് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ നെക്കിന്റെ സൈഡുകളിൽ എണ്ണ ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ കഴുത്തും മുഖവും മുടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോഡിയിലോട്ട് പോവുക. അത് ഇങ്ങനെ ഈ വയറിന്റെ ഈ ഭാഗത്ത് നിന്ന് ഈ 2 കൈയും വെച്ച് മുകളിലോട്ട് പോവുക. ഈ തോളിന്റെ അവിടെ ചെന്ന് ഇങ്ങനെ നിർത്തുക. ഇപ്പൊ താഴെ ഈ ഭാഗം ഞാന് ഇത് പാമ്പർ കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവിടെ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഉണ്ടോ, കൈയൊക്കെ പൊക്കി തരുന്നു. പിന്നെ അവളെ നമ്മള് കൈ പൊക്കി തരുന്നത് കൊണ്ട് ഉള്ള ഓരോ കൈ എടുത്ത് ഓരോ ഫിംഗേഴ്സും നമ്മൾ ഇങ്ങനെ പതുക്കെ
സ്മൂത്തായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അവർക്ക് നോവരുത്, നമുക്ക് നോവരുത്. ആ രീതിയിൽ വളരെ മൃദുലതയോടുകൂടി വേണം കുഞ്ഞിന് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ തിരിച്ചിടും. ഇനി കാല് മാത്രമാണ്. ഓ, കൈ താത്തുന്നില്ല. കയ്യിൽ ഞാൻ അങ്ങനെ ചെയ്യൂ. ഡാൻസ് കളിക്കാൻ സ്റ്റെപ്പ് ഇടാനാണോ? നമുക്ക് സ്റ്റെപ്പ് ഇടാനാണോ കൈ ഇങ്ങനെ പൊക്കുന്നേ? കാലം വേണം. കേട്ടോ, ഓയിലെടുക്കുന്നു. ഇങ്ങനെ ഒന്ന് കറക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ തള്ളവരലൊക്കെ എടുത്ത് ഇവിടെ വെച്ച് ഇങ്ങനെ വേണം. ഇവിടെയും തള്ളവരലിന്റെ കളിയാ. ഈ 2 ഫിംഗേഴ്സാണ് കൂടുതൽ എല്ലാത്തിലും പ്രസ് ചെയ്യേണ്ടത്. കുഞ്ഞിന് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. കിട്ടുന്നുണ്ടോ? എന്നിട്ട് ഇങ്ങനെ കറക്കി 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 എടുക്കുന്ന കാലിന്റെ ഉപ്പൂറ്റി പാദം ഇതൊക്കെ ഊറ്റി പോലും വെറുതെ വിടരുത്. ഇതൊക്കെ കുഞ്ഞിന് വേണ്ടല്ലേ? അങ്ങനെ കാലും കൂടെ മസാജ് കഴിഞ്ഞാൽ ഫ്രണ്ട് വശം ഫുള്ള് കഴിഞ്ഞു. പൂക്കള് വിട്ടു പോകരുതേ. ഇതിങ്ങനെ ആക്കുന്ന എന്തിനാണോ? വെള്ളം വല്ലതും കയറി ഇരിപ്പുണ്ടെങ്കിൽ കിളുക്കിളൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഇനി വിളിച്ചിരിക്കും. എല്ലാം കഴിഞ്ഞ് ഇനി നേരെ കമത്തിയിട്ടു. ഇത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇത് മുകളിലോട്ട് വേണം. പക്ഷെ ഇങ്ങനെ കമത്തിയിട്ട് പിടിക്കാൻ ഒരു ബാലൻസ് വേണം. അതെ, കൈയുടെ അവിടെ ഒക്കെ ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം 2 പേരണം. അല്ല ചുമ്മാ കൊണ്ടങ്ങ് ഇടരുത് കുഞ്ഞിനെ. കുഞ്ഞായത്. ഇനി നമ്മൾ ആദ്യം ചെയ്തതെല്ലാം റിപ്പീറ്റ് ചെയ്യുക. ഞാൻ കാരണം ഓരോ ഭാഗം ഞാൻ 10 പ്രാവശ്യം വെച്ചൊന്നും അല്ല ചെയ്തത്. അതുകൊണ്ട് സുഖിച്ചു പറ്റത്തില്ല. കുളിയും കൂടെ കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പറ്റൂ. ഇത് നമ്മുടെ ഒരു എക്സസൈസ് ഉണ്ട്. ഇത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഇതിന്റെ നടുഭാഗമാണ് ഇവിടെ, മനസ്സിലായോ? അപ്പൊ ഗ്യാസ് ഒന്നും കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊന്ന് കറക്കി കൊടുക്കണം. അപ്പൊ അവർക്ക് നടുവും ഈ ഭാഗമായിട്ട് ഒരു എക്സസൈസ് കിട്ടുകയും ചെയ്യും. അവിടെ അങ്ങ് സുഖമാവുകയും ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെ കൈയുടെ എക്സസൈസ് മുകളിലോട്ട് കണ്ടോ, മുകളിലോട്ട് താഴോട്ട്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. കുഞ്ഞിന് നല്ല കൈയും കാലുമാണ് ഗുഡ് ഗേൾ. ഏറ്റവും എക്സസൈസ് വരണ്ട മെയിൻ അവയവം. നമുക്ക് കൈയും കാലുമാണ് എല്ലാ ജോലികൾക്കും മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. 10 മിനിറ്റ് ഓളം കുഞ്ഞിനെ നമ്മൾ ഈ ലെവലിൽ തന്നെ അങ്ങ് കിടത്തിയിരിക്കുകയാണ്. അവൾ അവളുടേതായ ലോകത്ത് ചിരിച്ചും കളിച്ചും കൈ ഉയർത്തിയും കാലുയർത്തിയും ഒക്കെ അവൾ വളരുന്ന ഒരു ടൈമും കൂടാണ് രാവിലെ ഈ സമയം. കേട്ടോ, അല്ലാതെ നമ്മൾ ഒത്തിരി നേരം കുഞ്ഞിനെ ഇങ്ങനെ എണ്ണ പുരട്ടിയില് വലിയ ഒരു മനുഷ്യരെ ചെയ്യുന്നത് പോലെ എണ്ണ പുരട്ടി തടവി ഒന്നും വിടേണ്ട കാര്യമില്ല. കഴിഞ്ഞപ്പോ കളിക്കാൻ പോവാണോ? ചിരിച്ചു കളിക്കാണോ? ഇനി കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് അമ്മച്ചി നന്നായി ഒരുക്കി തരാട്ടോ. ആരെയാ നോക്കുന്നേ? കുഞ്ഞിനെ അമ്മയെ നോക്കണോ? തന്നെ എക്സസൈസ് ചെയ്യുക. കൈ വെക്കുന്നു, കാല് വെക്കുന്നു, 2 കൈയും വെക്കുന്നു, 2 കാലും വെക്കുന്നു. അതൊക്കെ നമ്മൾ അവർക്ക് ചെയ്ത് മസാജൊക്കെ പരത്തി കൊടുത്തു. ഇനി അവൾ അവളുടേതായ രീതിയില് അവള് പഠിക്കട്ടെ. കുഞ്ഞിനെ കരയാൻ നമ്മൾ പഠിപ്പിക്കുന്നതല്ലല്ലോ, അവള് തനിയെ പഠിച്ചല്ലേ വരുന്നേ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവര് സ്വയം പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങള് അവള് പഠിക്കും. ഓക്കെ. ഓയിൽ മസാജിന് ശേഷം ആളെ നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. നന്നായിട്ട് കുളിക്കാൻ വന്നിരിക്കുകയാണ് ആള്. ഓക്കെ, പോയി കുളിച്ചിട്ട് വാ. ഓക്കെ, എന്റെ കുളി വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണേണ്ടവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പോയി ഞാൻ ലിങ്ക് ഇട്ടേക്കാം, പോയി ആ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, പോ, ഞങ്ങൾക്ക് ക്ഷേമാവുന്നു. എന്നാ ശരി. ഓക്കെ, ടാറ്റാ, ബൈ. പ്ലീസ് കുഞ്ഞിന് എണ്ണ പിടിക്കണ്ടേ? എണ്ണ 10 മിനിറ്റ് പിടിച്ചാലേ കുഞ്ഞ് കുളിക്കുമ്പോൾ നല്ലതായിട്ട് ഇത് പിടിക്കത്തുള്ളൂ. എന്നിട്ട് ബോഡിയിലെല്ലാം ജോലി പിടിക്കണ്ടേ?